ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ കുഞ്ഞെഴുത്താണ് നമ്മൾ നോക്കുന്നത്, പഠന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. ഈ പാഠം ആവശ്യമുള്ളവർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ, വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ വർക്കുകൾ, പ്രവർത്തന പുസ്തകമാണത്, പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ എന്താ ഒരു ചിത്രം കൊടുത്തിട്ടുള്ളത്? പല നിറത്തിലുള്ള ഹൽവകളാണ് അല്ലേ. പിന്നെയോ ഒരു പലഹാര പാട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഹലുവയെക്കുറിച്ചുള്ള ഒരു പലഹാര പാട്ട് പാടിയാലോ? താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ടേ. മധുരത്തിൻ തെരുവിൽ പല പല പലഹാരക്കടകളുമുണ്ട്. മഴവില്ലിൻ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട്. നിറമധികം രുചിയതിലധികം അതിമധുരം ഹൽവയ്ക്ക്. താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം. അലുവയെക്കുറിച്ചുള്ളൊരു പാട്ടാണല്ലേ. ഇനി നിങ്ങൾക്കറിയാവുന്ന പലഹാര പാട്ടുകൾ എഴുതൂ. ഞാനിവിടെ ഒരു പാട്ട് കൊടുക്കുന്നുണ്ട്, മക്കളെ ഏറ്റു പാടണേ. മാനത്തമ്പിളി വട്ടത്തിൽ പത്തിരി ദോശ ചപ്പാത്തി പന്തുകണക്കെ കൊഴുക്കട്ട പച്ചയുടുപ്പിട്ടിലയടയും ഇഡ്ഡലി പൊട്ട് നൂലപ്പം മധുരം കിനിയും നെയ്യപ്പം പല രൂപത്തിൽ പല വേഷത്തിൽ പലഹാരങ്ങൾ നിരനിരയായി മാനത്തമ്പിളി വട്ടത്തിൽ പത്തിരി ദോശ ചപ്പാത്തി. അടുത്ത പലഹാരപ്പാട്ടാണ് അപ്പം തിന്നു അച്ചപ്പം അച്ഛൻ തിന്നു അച്ചപ്പം അല്പം അല്പം ഇടിയപ്പം അമ്മയ്ക്കിഷ്ടം ഇടിയപ്പം. ഇതുപോലുള്ള കൂടുതൽ പലഹാരപ്പാട്ടുകൾ കണ്ടെത്തി എഴുതണം കേട്ടോ. അടുത്തത് ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ ഷൈനിയുണ്ട്, പാലപ്പം ഉണ്ട് അല്ലേ. അപ്പോൾ മക്കൾ നല്ല നിറം കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്തെഴുതാം? പാലപ്പം പറയാണ് ഷൈനിനോട്, ഹായ് ഷൈനി. അപ്പോൾ ഷൈനി പാലപ്പത്തെ കണ്ടാൽ എന്താ പറയുക? ഹായ് പാലപ്പം, പതുപതുത്ത പാലപ്പം, വെളുവെളുത്ത പാലപ്പം, വട്ടത്തിലുള്ള പാലപ്പം. ഇനി ഇവിടെ ഷൈനി പാലപ്പം കഴിക്കാൻ നോക്കുന്ന സമയത്ത് ഒരാൾ ഷൈനിയോട് പാലപ്പം ചോദിക്കുകയാണ്. ആരാണത്? ഷൈനി കുറേ നോക്കിയപ്പോഴാണല്ലേ കണ്ടുപിടിച്ചത്. ആരാണ്? കുഞ്ഞനുറുമ്പാണല്ലേ. അപ്പോൾ ഉറുമ്പ് എന്താ ചോദിക്കുന്നത്? ഒരു ചെറിയ കഷ്ണം പാലപ്പം ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഷൈനി മുറ്റത്തേക്കിറങ്ങി, അപ്പോൾ ഉറുമ്പ് വന്നു. ഉറുമ്പ് എന്താ പറയുന്നത്? ഹായ് ഷൈനി. എന്നിട്ട് ഉറുമ്പ് ചോദിക്കുകയാണല്ലേ, ഒരു കഷ്ണം പാലപ്പം തരുമോന്ന്. അപ്പോൾ ഷൈനി എന്താ പറയുന്നത്? തരില്ല, ഒരു ചെറിയ കഷ്ണം മതി അറിയുമ്പോൾ ഇല്ല, ഒട്ടും തരില്ല എന്നറിയില്ലേ. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ഉറുമ്പ്, ഒരു കഷ്ണം പാലപ്പം തരുമോ? ചെറിയ കഷ്ണം മതിയെന്ന്. അപ്പോൾ ഷൈനി പറഞ്ഞു, ചെറിയ കഷ്ണം തരാം. അപ്പോൾ ഉറുമ്പിന് എന്തായി മക്കളെ? ഉറുമ്പിന് സന്തോഷമായില്ലേ. പിന്നെ ഉറുമ്പ് പോയി. പിന്നെ അതുവഴി ആരാ വരുന്നത്? കാക്കയാണല്ലേ. ക്രാ ക്രാ എന്ന് പറയുന്നത് ആരാണ്? കാക്കയാണ്. കാക്ക എന്താ ചോദിക്കുക? അപ്പം തരുമോ? ക്രാ ക്രാ. അപ്പം തരുമോ? ക്രാ ക്രാ. വിശന്നിട്ടാണേ ക്രാ ക്രാ. അപ്പം നമ്മുടെ ഷൈനി എന്തു പറയും? തരൂലാന്നല്ലേ, അപ്പം തരില്ല എന്ന് പറയും. അപ്പം കാക്ക പറയാണ്, ഉറുമ്പ് ചോദിച്ചതുപോലെ ഒരുപാടൊന്നും വേണ്ട, അധികമൊന്നും വേണ്ട, ഇത്തിരി മതിയെന്നല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? അധികം വേണ്ട, ഇത്തിരി മതി, ക്രാ ക്രാ. അങ്ങനെ പറഞ്ഞപ്പോൾ ഷൈനിക്ക് കാക്കയോട് പാപം തോന്നി. എന്നിട്ടോ, മധുരമുള്ള ഈ കഷ്ണം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് കാക്കക്ക് കൊടുക്കുകയാണ്. അപ്പം കാക്കക്ക് എന്തായി? കാക്കക്ക് സന്തോഷമായി. അടുത്തത് ആരാണ് ഷൈനിയെയും വിളിച്ച് വരുന്നത്? കോഴിയാണല്ലേ. അപ്പോൾ ഷൈനി ഷൈനി അപ്പം തരുമോ? കൊക്കോ കോ. പതിവ് പോലെ ഷൈനി പറയും തരില്ല അല്ലേ, ഇല്ല എന്ന് പറയുമ്പോൾ കോഴി പറയാണ്, ഒരു ചെറിയ കഷ്ണം മതി, മധുരവും തരണേ. അപ്പോൾ ഇതൊരു ചെറിയ കഷ്ണം കോഴിക്ക് കൊടുത്തു. അപ്പോൾ കാക്കയ്ക്കും സന്തോഷമായി, കോഴിക്കും സന്തോഷമായി.
പിന്നെ ആരാ വരുന്നത്? ഇതെല്ലാം കണ്ടും കൊണ്ട് ഷൈനിയുടെ വീട്ടിലെ നായ്ക്കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. നായ്ക്കുട്ടി ചോദിച്ചു, ഷൈനി, എനിക്കും ഒരു കഷ്ണം അപ്പം താ, കൊതിയാവുന്നു. അപ്പോൾ ഷൈനി എന്താ പറയുക? അയ്യോ, ഇത് ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ നായ്ക്കുട്ടി എന്തു പറയും? ബീബൈ എന്നാണ് കേട്ടോ നായ്ക്കുട്ടിയുടെ പേര്. നായ്ക്കുട്ടി എന്താ പറയുക? എന്നാൽ നീ തിന്നോ അല്ലേ? എന്നിട്ട് ബീബൈ പോകും. ബീബൈ പോയി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷൈനി സാവധാനം വണ്ടി ഉരുട്ടി. പിന്നെ ഷൈനിയുടെ അടുത്തേക്ക് 2 പേര് വരികയാണ്. ആരാണവർ? 2 നായ്ക്കളാണല്ലേ. നില്ലവിടെ. 2 പേർ കുരച്ച് ചാടി. ഷൈനിയുടെ നേരെ കുരച്ച് ചാടി. അപ്പോൾ എന്ത് ചെയ്യും? ഷൈനി പേടിച്ചു അല്ലേ. പാലപ്പം തന്നില്ലേൽ കടിച്ചു കീറും. അപ്പോൾ ഷൈനി എന്ത് ചെയ്യും? ഷൈനി കരയൂലേ. ഷൈനി നിലവിളിച്ചു. ശബ്ദം കേട്ട് ആരാണ് ഓടി വരുന്നത്? ഷൈനിയുടെ നായ്ക്കുട്ടിയായ ബീബൈ അല്ലേ. ശബ്ദം കേട്ട് ബീബൈ ഓടി വന്നു. അതാ 2 വലിയ നായകൾ. ബീബൈക്ക് കാര്യം മനസ്സിലായില്ലേ. ബീബൈക്ക് അപ്പത്തിനാണ് ഇവർ വന്നതെന്ന് മനസ്സിലായി. ബീബൈ എന്ത് ചെയ്തു? അവരോട് ദേഷ്യപ്പെട്ട് കുരച്ചു. എന്നിട്ട് ഷൈനിയെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞല്ലേ. ബീബൈ വന്നപ്പോൾ നായകളൊക്കെ പേടിച്ചോടിപ്പോയി. അപ്പോൾ ഷൈനി എന്ത് പറഞ്ഞു? ബീബൈയോട് നന്ദി പറഞ്ഞു അല്ലേ. അടുത്തത് പൂരിപ്പിക്കൂ, പടം വരയ്ക്കൂ. അപ്പം വേണോ? ഏതപ്പം? വട്ടത്തിലുള്ളൊരു വട്ടയപ്പം. അപ്പം വേണോ? ഏതപ്പം? കുഴല് പോലുള്ളൊരു കുഴലപ്പം. അപ്പം വേണോ? ഏതപ്പം? ശർക്കര ചേർത്തൊരു കലത്തപ്പം. അവിടെ അപ്പങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഉറുമ്പിനോടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഉറുമ്പ് എന്താ പറയുന്നത്? തിന്നാനിപ്പോൾ നേരമില്ല, തന്നാൽ പിന്നെ തിന്നോളാം. അടുത്തത് എന്താണ്? പോഷകപാത്രം നിറയ്ക്കാം. ഇവിടെ ഒരു കുട്ടി ഒരു പ്ലേറ്റ് പിടിച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്ലേറ്റിൽ എന്തൊക്കെയാണുള്ളത്? മീനുണ്ട്, പഴമുണ്ട്. അപ്പോൾ പോഷകപാത്രമാക്കണം ഇതിനെ. പോഷകപാത്രം എന്ന് പറഞ്ഞാൽ പോഷക വിഭവങ്ങൾ ഇതിൽ നമ്മൾ വരച്ച് ചേർക്കുകയോ ഒട്ടിക്കുകയോ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം? പഴങ്ങൾ, ഫ്രൂട്ട്സ്, മുട്ട, പാല്, അങ്ങനെ എല്ലാ മക്കളിതിലേക്ക് ചേർക്കണം കേട്ടോ. അടുത്തത് എന്താണ്? വായിക്കൂ, ചെയ്യൂ, കണ്ടെത്തൂ. അപ്പോൾ നമുക്കിവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ടല്ലേ. അത് നോക്കാം ആരാണ് എന്ന്. ചുവന്ന പേപ്പർ നാവായി വെട്ടൂ, പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ, നീളൻ ചെവികൾ 2ഉം വെട്ടി പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ, ചെറിയൊരു പേപ്പർ മൂക്കായി വെട്ടി പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ, വെളുപ്പിനുള്ളിൽ കറുത്ത വട്ടം കണ്ണുകളാക്കി ഒട്ടിക്കാം. ആരെയാണ് നമ്മളിവിടെ ഒട്ടിക്കേണ്ടത്? ബീബയാണല്ലേ, നായ്ക്കുട്ടിയാണ്. അപ്പോൾ പ്രിയ ചങ്ങാതി ബീബയാണല്ലേ. ഷൈനിക്ക് എന്തൊരു സന്തോഷം. ഇനി ഈ പാഠത്തിലെ അവസാന ഭാഗമാണല്ലേ സദ്യപ്പാട്ട് വായിച്ച് പട്ടിക പൂരിപ്പിക്കുക. തൊടുകറികൾ എഴുതണം, കൂട്ടുകറികൾ എഴുതണം, ചാറുകറികൾ, പായസങ്ങൾ. അപ്പം നമുക്ക് ആദ്യം സദ്യപ്പാട്ട് ചൊല്ലി നോക്കാം. ചോറിനൊപ്പം എന്തെല്ലാം തൊട്ടുകൂട്ടും തൊടുകറികൾ, അച്ചാർ, പച്ചടി, കിച്ചടി, ഇങ്ങനെ തൊട്ടുകൂട്ടും തൊടുകറികൾ. അപ്പം നമുക്ക് അവിടെ എന്തൊക്കെ എഴുതാം? അച്ചാറ്, പച്ചടി, കിച്ചടി. പിന്നെയോ ഓലൻ, കാളൻ, അവിയൽ പോലെ കൂട്ടുകറികൾ പലതുണ്ട്. അപ്പോൾ കൂട്ടുകറികൾ ഏതൊക്കെയാണ്? ഓലൻ, കാളൻ, അവിയൽ. പിന്നെയോ ഒഴിച്ചു കൂട്ടാൻ ചാറുകറികൾ, സാമ്പാറും രസവും മോരും. അപ്പം നമുക്കിവിടെ സാമ്പാർ, രസം, മോര് എന്നെഴുതാം. ഇനി പായസങ്ങളാണ്. പ്രഥമൻ, സേമിയ പാൽപ്പായസമായി പായസരുചികൾ പലതുണ്ട്. ബോളി, പഴവും പപ്പടവും ഒപ്പം ചേർന്നാൽ രുചിയേറും. അപ്പം നമുക്കിവിടെ പായസങ്ങൾ എഴുതാം. പ്രഥമൻ, സേമിയ, പാൽപ്പായസം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 6ാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.